കഴിഞ്ഞ ദിവസം ഒരു പേഷ്യൻ്റ് തൈറോയിഡിൻ്റെ സ്കാൻ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് എനിക്ക് അയച്ചു തന്നു. ഭയങ്കര ആശങ്കയിലായിരുന്നു. ടൈറാഡ്സ് 3 എന്നാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവർ എന്താണാവോ, എനിക്ക് തൈറോയിഡിന് വല്ലാത്ത പ്രശ്നമാണോ ഡോക്ടറെ, എന്താണെന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു. ആയിക്കോട്ടെ, ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു എടുത്തു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ഒരുപാട് പേർക്ക് ആശങ്ക ഉണ്ടാക്കുന്നൊരു വിഷയമായതുകൊണ്ട് ഒരു വീഡിയോ ചെയ്യാമെന്നങ്ങ് വിചാരിച്ചു. ടൈറാഡ്സ് എന്ന് പറഞ്ഞാൽ അതൊരു സ്കോറിംഗ് സിസ്റ്റമാണ്. നമ്മുടെ തൈറോയ്ഡ് നോഡ്യൂള് അതെങ്ങനെയാണ് അതിൻ്റെ വലിപ്പം, അതിൻ്റെ അപകട സാധ്യതകൾ ഇതൊക്കെ മനസ്സിലായി. ഇതൊരിക്കലും ഒരു ക്യാൻസർ ഉണ്ട് എന്ന് ഡയഗ്നോസ് ചെയ്യുന്ന ഒരു സംഭവമല്ല. അതിൻ്റെ റിസ്ക് മാത്രമാണ് പറയുന്നത്, ലോ റിസ്ക് ടു ഹൈ റിസ്ക്. അതാണ് ഈ ടൈറാഡ്സ് ക്ലാസിഫിക്കേഷനിലൂടെ ഉദ്ദേശിക്കുന്നത്. തൈറോയിഡിൻ്റെ സ്കാൻ ചെയ്തു, അതിൽ ടൈറാഡ്സ് 1 ആണ് ഡയഗ്നോസ് ചെയ്തെങ്കിൽ തീർച്ചയായിട്ടും അത് പൂർണ്ണമായിട്ടും നോർമലാണ്. മറ്റെല്ലാ കാര്യങ്ങളും നോർമലാണെന്നാണ് അത് കാണിക്കുന്നത്. ഇനി ടൈറാഡ്സ് 2 ആണെന്ന് വെക്കുക, അപ്പോൾ അതും അപകടമില്ലാത്ത ഒരു സംഭവമാണ്. അതിനെക്കുറിച്ച് ഒരു വെറീഡും ആവേണ്ട കാര്യമില്ല. ചെറിയ എന്തെങ്കിലും മുഴകളൊക്കെ അവിടെ ഉണ്ടാകും, പക്ഷെ അതുകൊണ്ട് യാതൊരു അപകടവും ഉണ്ടാവില്ല. പറഞ്ഞ പേഷ്യൻറ്റിൻ്റെത് ടൈറാഡ്സ് 3 ആയിരുന്നു. അതും വളരെ ബെനൈനായിട്ടുള്ള വലിയ അപകടമൊന്നുമില്ലാത്തൊരു മുഴയാണ്. പക്ഷേ അതിന് ചെറിയൊരു റിസ്ക്, വളരെ ചെറിയൊരു റിസ്ക്. ഇതിൽ 95%-ലേറെയും ഇത് ക്യാൻസറായിട്ട് പരിവർത്തനം ചെയ്യൂല ഈ നോഡ്യൂള്. പക്ഷേ ഡോക്ടർ എന്ത് ചെയ്യും, ഇത്തരം ഒരു ഘട്ടത്തിൽ ടൈറോയിഡ് 3 കാണുന്ന ഘട്ടത്തിൽ എന്ത് ചെയ്യും, ഇതിനൊന്ന് മോണിറ്റർ ചെയ്യും. കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഒരു FNAC എടുത്തിട്ട് അതിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ടോയെന്നൊന്ന് മോണിറ്റർ ചെയ്യും. ഓക്കെ, തീർച്ചയായിട്ടും ഈ റിസൾട്ട് കിട്ടിയപ്പം ഞാൻ ആ പേഷ്യൻറ്റിനോട് പറഞ്ഞത്, നിങ്ങൾക്ക് അതിലൊരു ആശങ്കയും പെടേണ്ട കാര്യമല്ല, ഇത് വളരെ നോർമലാണ്. പിന്നെ ഇത് കുഴപ്പമില്ല എന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ഒരു FNAC ചിലപ്പോൾ ചെയ്തെന്ന് വരും, അത്രയേ ഉള്ളൂ. ഇനി ഈ ക്ലാസിഫിക്കേഷനിൽ ടൈറാഡ്സ് 4 ആണെങ്കിൽ അപ്പോഴും അതിൽ ആശങ്കപ്പെടേണ്ട, അത് ക്യാൻസറായിട്ടൊന്നും പരിവർത്തനം ചെയ്തിട്ടുണ്ടല്ല. ചില സംശയാസ്പദമായിട്ടുള്ള ചില ലക്ഷണങ്ങളാണ് അവിടെ കാണുന്നത്. അത്തരം ഘട്ടത്തിൽ നിർബന്ധമായിട്ടും ഒരു ഫൈൻ നീഡിൽ ആസ്പിറേഷൻ സൈറ്റോളജി FNAC ചെയ്തിട്ട് അതിൻ്റെ ബയോപ്സി ചെയ്ത് അതെന്താണെന്നുള്ളത് ഒന്ന് തിട്ടപ്പെടുത്തേണ്ടതുണ്ട്. ഇനി ടൈറാഡ്സ് 5 ആണെന്ന് വെച്ചാൽ ഇത് വളരെ അപകട സാധ്യത ഉള്ളൊരു ഘട്ടമാണ്, ഹൈ റിസ്ക്കാണ് വളരെ. അപ്പോൾ ആ ഒരു സാധനത്തിൽ നിർബന്ധമായിട്ടും FNAC ചെയ്തിട്ട് അത് കുഴപ്പമൊന്നുമില്ല എന്നുള്ളത് ഉറപ്പാക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ടൈറാഡ്സ് 3 വളരെ ആശങ്ക ഇല്ലാത്തൊരു കാര്യമാണ്. എങ്കിലും വളരെ ശ്രദ്ധയോടെ ഡോക്ടർ അതിനൊരു അപകടം വരുന്നില്ല എന്നുള്ള ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ടെസ്റ്റുകൾ ചെയ്യും. ടൈറാഡ്സ് 5 ആണെങ്കിൽ പോലും ഇനി അതൊരു തൈറോയ്ഡ് ക്യാൻസറാണെന്ന് ഡിറ്റക്റ്റ് ചെയ്താൽ പോലും ഇത് 100% ക്യൂറബിൾ ആയിട്ടുള്ള ഒരു രോഗം തന്നെയാണ്. തൈറോയിഡിൻ്റെ മിക്ക മാലിഗ്നൻസീസും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ ടൈറാഡ്സ് സ്കോറിങ്ങിലൂടെ അൾട്രാസൗണ്ടിലൂടെ ടൈറായ്ഡ് സ്കോർസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും, ഒരു തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഫംഗ്ഷനിൽ എന്തെങ്കിലും ഇമ്പയർമെൻറ്റ് ഉണ്ടോ എന്നുള്ളത് നോട്ട് ചെയ്യും. അതൊക്കെ നോർമലായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഡോണ്ട് വറി.